വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഇടാൻ മറക്കരുത്. ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് മാംഗോ എങ്ങനെയാണ് നമുക്ക് പച്ചമാങ്ങ നല്ല ടേസ്റ്റോടെ രുചിയോടെ തിന്നാൻ പറ്റുന്നതെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് വരെ പറഞ്ഞു തരും. ആദ്യമേ നമ്മളിങ്ങനെ മാങ്ങ ചെത്തി നടുക്കൂടെ വരെ ചെത്തി ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ചെത്തുക. പിന്നെ ഇങ്ങനെ പോറൽ വീഴ്ത്തുക, കൊത്തുമല്ലോ ഇരുമ്പ് വെച്ച്, അങ്ങനെ പോറൽ വീഴ്ത്തുക. പിന്നെ അതിൻ്റെ ആ കറ വരുന്ന ഭാഗം നമ്മൾ പിച്ചാത്തി വെച്ച് തൊലി ഇരിഞ്ഞു കളയുക അവിടുത്തെ. പിന്നെ നമ്മളിങ്ങനെ മാങ്ങ വെക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടതാണ് മുളക് പൊടി. നമ്മുടെ കാശ്മീരി മുളകാണ്, ചില്ലി മുളകാണ്. മീൻസ് ഇത് എരിയൂല കേട്ടോ, കാശ്മീരി മുളകാണ്ട് തന്നെ. പിന്നെ നമ്മുടെ ഉപ്പ്, പിന്നെ മാങ്ങ. മാങ്ങ ഒരു കിണ്ണിക്കകത്ത് വെക്കുക. ഇതിൽ നിന്ന് ശകലീശ നമുക്ക് മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഗൈസ്, നമുക്ക് ഏറ്റവും വേണ്ടുന്നതാണ് മാങ്ങ, പിന്നെ പച്ചമാങ്ങ, പിന്നെ മുളക് പൊടി കുഞ്ഞുങ്ങൾക്കാണ് ഇച്ചിരി കുറച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ വലുതായതുകൊണ്ട് തന്നെ വലിയ ചേച്ചിമാർക്കൊക്കെ ആണെങ്കിൽ തോനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇത്രയെങ്കിലും ഉപ്പ് വേണം കേട്ടോ, ടേസ്റ്റ് വേണ്ടേ അതിന് വേണ്ടി. അപ്പം നമുക്ക് ഇനി ഈ മാങ്ങയിലോട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ മാംഗോ ഇങ്ങനെ നമ്മൾ കുഴച്ച് നന്നായിട്ട് അതിനകത്ത് ഉപ്പും മുളകും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് നമ്മളിങ്ങനെ കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് സ്വാദ് വരുന്നത്. ഇതിൻ്റെ ഓരോ ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്നതിൻ്റെ ഇടയ്ക്കൂടൊക്കെ കയറ്റുക. നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ കഴിച്ച് കാണിക്കാം. പച്ചമാങ്ങയും മുളകും ഉപ്പും കൂടെ ചേർന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് മൈ ചാനൽ. Okay, bye bye. Thank you for watching.